വൺ ഡേ ട്രിപ്പിന് പോവാണ്. ഇപ്പൊ പറയാൻ വന്ന കാര്യം രാംദാര ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പൊ പൂനെയിലെ തന്നെ ഒരു സ്ഥലമാണ്, വൺ ഡേ ട്രിപ്പിന് ഓക്കെ ആണെന്നുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇച്ചിരി ദൂരമുണ്ട്, 70 kilometers, right? Yes. Tell something about Ramdara. She is from Pune. I mean, she is not from Pune. She is from Maharashtra. Tell about what is your experience? The whole experience till we haven't reached there. We have to go to Lonikot car because of Neelu. We are getting late, so we don't know if it is before time or not. That's the question. Neelu wants to go for that peaceful things, all these things there. But from going there, then they will get tension if we come before this reporting close time or not. Yes. That is the question. That is the greatest question. Now it's already 1 o'clock and we are just at Hadapsar. പൂനെന്ന് വന്ന് നമ്മൾ ഇവിടെ മൻപേന്ന് നമ്മൾ ബസ് കയറി അവിടുന്ന് ഹഡാപ്സർ എത്തി. ആൻഡ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഹൗ മെനി മിനിറ്റ്സ് ജേർണി? There it's like 45 minutes or something. Oh, we have ride 45. ഇത് 45 മിനിറ്റ്. 6 മണിക്കൂറാണുള്ളത്. പോയി തിരിച്ചു വന്നു. 70 കിലോമീറ്റർ. 70 കിലോമീറ്റർ അല്ലെ 45 മിനിറ്റ് നമ്മൾ താണ്ടി വന്നു. ബാക്കിയുള്ള കിലോമീറ്റേഴ്സും കൂടെ പോകാനുണ്ട്. ഓൾമോസ്റ്റ് ഹാഫിനെക്കാട്ട് കുറഞ്ഞു, 10 കിലോമീറ്റർ കുറഞ്ഞു. സോ അത്ര തന്നെ അല്ലേ? വരുന്ന വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളല്ല, അല്ല കോമഡികളുണ്ടായി. പാസ്സാണ് എടുത്തത് അല്ലേ? ഐഡി കാർഡ് നമ്മുടെ കൈ മുറിഞ്ഞു ഗൈസ്, കൈ മുറിഞ്ഞു. വെറുതെ ഒന്നുമല്ല വരുന്നത്, ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് വരുന്നത്. നമുക്കിനെ കാണാല്ലോ, കാണും, എന്റെ അമ്മയും കാണും. എല്ലാ അമ്മമാർക്കും ഒരു താങ്ക്സ്. കൂടുതൽ സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ്, ലൈക്ക് and subscribe to Kirtus channel. Not Kirtus channel, vloggers. Actually for പക്ഷേ ചാനലിന്റെ പേര് ഓക്കെ. സോ സ്റ്റേ ട്യൂൺ. ഇനി വണ്ടി എടുക്കുമ്പോൾ കാണാം. Bye guys. Then we just went there only. തള്ളു ഗൈസ്, തള്ളു ശ്രദ്ധിക്കുക. തള്ളച്ചി Song in Malayalam. അയ്യോ, I don't know anything. Or any song. Sing. പാഗലാണോ? That Sejal knows, but Sejal knows every song. I don't know any song. I have to sing one Korean song. You know them. They also talk in English only. I don't. അതെ, ഇതൊരു മലയാളം ചാനലാണ്, ഇതൊരു ഇംഗ്ലീഷ് ചാനലാണ്. പറഞ്ഞിരുന്നത് ഒരു ഓട്ടമാണ്. ആകെ 3 ആൾ കൂടുതൽ വാങ്ങി, ഇരുന്ന പൈസ കൂടുതൽ വാങ്ങുന്ന ഒരു ടീമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ഓക്കെ കാണിച്ചു തരും. കണ്ടോ ഗൈസ്, ഒരു ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിലും ഡ്രൈവറടക്കം 3 ആൾക്കാർ, നമ്മൾ ബാക്കിൽ 4 ആൾക്കാർ, അതിൻ്റെയും ബാക്കിൽ 4 ആൾക്കാർ. അത് കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അതാണ് ഇവിടുത്തെ അവസ്ഥ. Wow, beautiful place, but tragic life. എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കണേ? ജാനിക്കുട്ടി അയ്യോ, നീയായിരുന്നോ ജാനിക്കുട്ടി? സോ ഇവിടെ ഒരു ജംഗ്ഷൻ, ഇപ്പം ജംഗ്ഷൻ കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് തുടങ്ങാൻ പോവാണ്. അപ്പം ബ്രിഡ്ജ് തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഒരു ജംഗ്ഷനൊന്നും കാണാൻ പറ്റത്തില്ല. ഹോട്ടൽ, വി ക്യാൻ സി എ ഹോട്ടൽ. 1 മണി 2 മണിക്ക് ഹോട്ടലൊക്കെ കാണുമ്പം സങ്കടമാണ്. അയ്യോ ചേട്ടാ, വാവ്. ആ പാലത്തിലൂടെ ട്രെയിൻ, ഈ പാലത്തിലൂടെ വണ്ടി. ആ പാലം നോ. പഴം വാങ്ങുകയാണ്, പഴം വാങ്ങുകയാണ് ഗൈസ്. വില പേശുവാണോ? എത്രയാടാ പഴത്തിന്? എത്രയാ? അപ്പൊ 40-50 പഴം വാങ്ങിയിട്ടാ ഞാൻ ഓട്ടോ കാണും. ഓക്കെ, ഇതാണ് സ്ഥലം. ഇപ്പൊ ഇവിടുന്ന് രാംദാരയിലേക്ക് 6.6 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ 6.6 കിലോമീറ്ററിന് ഇവർ പറയുന്നത് 150 റുപ്പീസാണ്. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വേണ്ട സ്റ്റുഡൻസ് ആണെന്നൊക്കെ കം ചെയ്യാൻ പറയുമെന്ന് ചോദിച്ചപ്പം
റോഡ് ശരിയല്ല, അതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടൻ അവസാനം പറഞ്ഞു നിങ്ങൾ കയറിയിരിക്കും, അപ്പം എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുന്നോ അത്ര താഴും. അപ്പം നമുക്ക് നോക്കാം. ഒരു പഴം വാങ്ങുന്നു. അയ്യോ, so tired. Finally we are getting on to Ramdara. 6 kilometers away. പോവാം. ജാനിക്കുട്ടി മാറി. അപ്പൊ പോവാം. Girl thinks. അല്ലടി, ക്യാമറ is natural. That's our glow. Bye. गाँव है आना जंक्शन है. गाँव का टाउन है. काका तिकडून येताना ऑटो असतात का तिथे? ये तो भाषा. ഇതോ രാംദാര ടെമ്പിളിലേക്കുള്ള റോഡാണിത്. സോ എന്താ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ മാന്യമായിട്ട് പറയാമെന്ന് എന്നെ ഇവിടെ കുലുങ്ങി എന്നാ പിന്നെ ആയിക്കോട്ടെ. കുലുങ്ങി കുറച്ച് ടഫ് റോഡാണിത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പൈസ മിക്കവാറും 150 പോകേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ ബിക്കോസ് റോഡ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നോട്ട് വർത്ത് ഇറ്റ്. ദെൻ വി വിൽ ഡ്രോ ഇറ്റ് ഇൻ ദാറ്റ് ചൗക്കെ. ചൗക്കെ ഈസ് ഹിയർ. ഇപ്പം കൂരയ്ക്ക് ഇച്ചിരി അടുത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കീർത്തുമാണ് നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിച്ച് തന്നെ. അപ്പൊ ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യാണ്. ഇപ്പോഴും ട്രാവൽ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്, നല്ല വഴി. എന്നിട്ട് സ്ഥലം കൊള്ളത്തില്ലെങ്കിൽ കീർത്തന അങ്ങനല്ല, ട്രാവൽ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ മാത്രമല്ല, ഈ പോകുന്ന വഴി ഈ കുലുങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ട്രാവൽ എൻജോയ് ദ ട്രാവൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ പിന്നെ കോളേജിന് ചുറ്റും അങ്ങ് ഓട്ടേ പോകാൻ പോരായിരുന്നു. രണ്ടാമത്തെ ഓട്ടോ ട്രാവൽ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അഫോർഡബിൾ. പഴമൊക്കെ കഴിക്കുന്നോണ്ട് അഫോർഡബിൾ. ഓക്കെ, എന്താ മോനെ, അൺഎക്സ്പെക്ടഡ് വ്യൂസ്. കണ്ടോ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായതുകൊണ്ട് അൺഎക്സ്പെക്ടഡ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ടെമ്പിൾ മാത്രം ഉദ്ദേശിച്ച് വന്നവർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാം. ഇറ്റ് വിൽ ബി സോ ഗുഡ്, സോ പീസ്ഫുൾ. അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം. സോ ഐ എം ലൈക്കിംഗ് ഇറ്റ്. दादा नाम क्या है? तुम्हारा नाम क्या है? आपका सुनील काका. ठीक है, सुनील काका. काका मग ती हडपसरला पोहोचायला किती वेळ लागतो? आणि मग तिथं किती वेळ लागेल? एक तास. റോഡ് നടത്തി ഓ ദാദാ 150 രൂപ തരാം ദാദാ. ദാദാ ഈ സോഫ. ഓട്ടോ ചേട്ടൻ നമുക്ക് സ്ഥലം കാണാൻ ഇറക്കി വിട്ടു. ചെറിയ റോഡും വലിയ പ്രദേശം. വ്യൂ അടിപൊളി. ഫോട്ടോ എടുക്കാൻ ഒരു നിങ്ങൾ റോഡില്ലാത്ത ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ അവിടെ റോഡ്
പാടം. എത്തി ഗൈസ്. വഴിയിലൊന്നും ആരും ഇല്ലെങ്കിലും പക്ഷെ ഇവിടുത്തെ ക്രൗഡ് നോക്കൂ. എന്റെ മോനെ, നമ്മള് വന്ന വഴി എന്ത് വിജനായിരുന്നല്ലേ. പാർക്കിംഗ് ഏരിയ ഇത് വലിയ സംഭവം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. അതും ഇന്ന് പബ്ലിക് ഹോളിഡേ അല്ല, സാധാ ഹോളിഡേ. ഇന്ന് പബ്ലിക് ഹോളിഡേ ആണല്ലോ. അല്ല, ഇവര് പറഞ്ഞത് വലിയ ഹോളിഡേ അല്ല, വലിയ ഹോളിഡേ അല്ല, കുറച്ച് ഹോളിഡേ. അപ്പൊ എന്തത്? ഇത് ബനാന. ബനാന. സോ ഇന്നത് 6 ബനാന. ഓ, ലാഭാണോ നഷ്ടമാണോ ഗൈസ്? അറിയില്ല, നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മുടെ വീട്ടുകാരും കാണും. അവരിടട്ടെ. So we reached. Ayo, we didn't say bye to Dada. Dada. Thanks, Dada. Bye bye. Look like she's very famous influencer or something. അവിടെ ആവും. ഷോപ്പ് ഉണ്ട്. Subscriber. So there. Yeah, million. After 1 year. 1 year കാത്തിക്കണോ? ഓക്കെ ഓക്കെ. നമ്മളപ്പോ അതെ നടക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ചേച്ചിമാരൊക്കെ എന്തൊക്കെയാ ചെയ്യണം. വിൽക്കുകയാണ് സ്ഥലങ്ങൾ. ഓക്കെ, നമ്മൾ ടെമ്പിളിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്, രാംധാര. ബട്ട് ഇറ്റ്സ് ഗുഡ്. രാംധാര ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ലക്ഷ്മണനും രാമനും സീതയും കൂടെ ആദ്യമായിട്ട് വന്ന സ്ഥലം, ആദ്യമായിട്ട് ഈ മഹാരാഷ്ട്രയിൽ വന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ടെമ്പിൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ടെമ്പിൾ പിന്നീട് റീബിൽഡ് ചെയ്തത് 1970, 1970 ഇത് റീബിൽഡ് ചെയ്ത്. അപ്പം ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ലോർഡ് ശിവയും പാർവതിയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഗണപതിയുടെ ഒരു വിഗ്രഹം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് പോയിട്ട് നേരിട്ട് തന്നെ അത് അനുഭവപ്പെടാം. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ സീത, രാമൻ, ലക്ഷ്മണൻ വന്ന സ്ഥലമാണ്. ദുന്തി ബാബയാണ് ഇത് റീബിൽഡ് ചെയ്തത് 1970. പണ്ട് കാലങ്ങളിൽ അധികം ആരും വരാത്തൊരു ടെമ്പിൾ ഇപ്പം അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി. നല്ല നാച്ചുറൽ ബ്യൂട്ടിയും പ്രകൃതി രമണീയും ഹരിത രണ്ടും ഒന്നാണ്. ഓക്കെ, നിറഞ്ഞൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ നല്ല സ്ഥലമാണ്. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിയ ഇറ്റ്സ് സോ ഗുഡ്. പരിപാടികളാണ്. ഫോട്ടോ സെഷനാണ് ഗൈസ്. ഫോട്ടോ സെഷൻ രാംധാര ടെമ്പിളിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഇപ്പം എടുത്താലേ യൂട്യൂബിൽ നമുക്കറിയാം. സോ കഴിഞ്ഞോ ഫോട്ടോ സെഷൻ? ഓക്കെ ഓക്കെ, നൈസ്. നിന്റെ വർഗത്തിൽപ്പെട്ട ഒരാളെ കാണിച്ചിട്ടെ. പട്ടിയും പൂച്ചയായിരിക്കും. അല്ലടാ, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നല്ല എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ വർഗ്ഗമാണോ? ഞാൻ അഞ്ജലി അല്ല, അവളെ തന്നെ ട്രോളുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോ ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോ സെഷൻ പോവാം ഗൈസ്. പോകാം. So we are going for prayer session. അയ്യോ, ഇത് ശിവനാ? Really? We are going by. Like this. Street photographer ആണ്. ഫോട്ടോ എടുത്തോട്ടെ? ഓ വേണ്ട, ശരിയാണ്. ബൈ. കൊച്ചിറക്കാം. ഓരോരോ രൂപം. കൊച്ചു കൃഷ്ണൻ. ഇഷ്ടപ്പെട്ട കൃഷ്ണൻ ശാന്തസ്വരൂപനായിട്ടുള്ള. അല്ലെങ്കിൽ എന്തോടി ഈ കൃഷ്ണന് ഇഷ്ടം. എണ്ണ കെട്ടുന്ന കൃഷ്ണൻ ഉണ്ട്, ശിവനുണ്ട്, പാർവതി ഉണ്ട്, ഗണപതി ഉണ്ട്, ആരൊക്കെയോ ഉണ്ട്. കുറേ പേരുണ്ട്. നിറപറയോ?
നല്ല സമാധാനമുണ്ട്, നല്ല രസമുണ്ട്. ഓക്കെ പറ. നല്ല എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരും സ്കൾപ്ചേഴ്സ് അല്ല ക്രേവിങ്സ്, എന്തോ ഓക്കെ. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഗോഡായാലും അല്ലെങ്കിൽ വാൽമീകി പോലുള്ള ആൾക്കാരെ ആയാലും എല്ലാവരും കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ അടിയിൽ ആരാണതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് മഹാഭാരതം രാമായണം ഒന്നും അറിയില്ല. സോ ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ മാത്രമേ അറിയൂ. സോ ദാറ്റ് ഈസ് ഗുഡ്, പ്ലസ് പോയിന്റ്. എന്താ പറഞ്ഞ? എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടുത്തെ സ്ഥലം. അതായത് ഇവിടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു എനിക്ക് അതൊക്കെ നോക്കുമ്പോൾ ഒരു ശാന്തത, സമാധാനം, പൊളി, അടിപൊളി. ഋതു Experience, it was very roller coaster experience. After reaching here, Oh, it's very good. It's like peaceful. Now we can do meditation here, like we said yesterday. it's so cool here. നമ്മുടെ നാട്ടിലെ പോലല്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഫോണും കൊണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനാണ് ശ്രദ്ധിക്കാറ്. കാരണം ഇത് ഒരു ടൂറിസ്റ്റ് അമ്പലം എന്ന ഉപരി എനിക്കിതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറി. അല്ലെങ്കിൽ നോക്കുക, ഇത് അമ്പലമാണ്, ബാക്കിൽ അടി കാണുന്നത് ദൈവമാണ്. എന്നിട്ടാണ് അതിന്റെ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ കോമൺ ആണ്. കൾച്ചർ ചേഞ്ചസ് ഹാസ് പ്ലേസസ് ചേഞ്ചസ്. അതെ. ഓക്കെ, Let's see what we eat in a day. Yes. ആദ്യം ബനാന ചിപ്സ്, നമ്മുടെ കേരള ചിപ്സ്. അത് കഴിഞ്ഞിട്ട് Shankarpade. Shankarpade from somebody. Payal. Okay. അച്യുത്. ദീപാവലി ഗിഫ്റ്റ് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഫ്രണ്ട്സ് കൊണ്ട് തന്നാണ്. സോ വാവ്, 4 apples, 4 apple. ചിവിട is a special dish from Maharashtra. That also from Achyut. I mean, wow, aloo bhujia. Thank you. നാട്ടിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നതിനേക്കാളും ഡിഫറെന്റ് ആണ് ഇവിടെ കഴിക്കാൻ പോകുന്നത്. കഴിച്ചിട്ട് വരാം. ചെയ്താണേ. യെസ്, ദിസ് ഈസ് ദ വേസ്റ്റ് ഓക്കെ. ആഫ്റ്റർ ഫുഡ് നമ്മൾ നന്നായി കഴിച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നു. എല്ലാവരും കഴിച്ചു. സാധാരണ നമ്മളിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കൂടിയിരുന്ന് ഈ സ്ഥലങ്ങൾ കണ്ടോ കാണിക്കും, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇപ്പൊ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ടും. എന്നാലും ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ ഒരു പീസ്ഫുൾ, നല്ല രസം. എന്നുവെച്ചാൽ ആൾക്കാർ കളിക്കുക, അങ്ങനെ ഓരോന്നും അവര് ഏർപ്പെടുന്നു. അതാ. ഓക്കെ, സോ നമുക്കത് വേസ്റ്റ് ബക്കറ്റ് ഇവിടെ നിന്ന് ചോദിക്കുന്നവർക്ക് അങ്ങ് അവിടെ ഒരു വേസ്റ്റ് ബക്കറ്റ് നമ്മൾ അവിടെ ഇടണം. സോ ക്ലീൻഡ് ഇറ്റ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ നിറഞ്ഞപ്പോൾ ഹാപ്പിയായി. സോ ഇനിയിപ്പോൾ നമ്മൾ 4 മണിക്ക് തിരിക്കും. അതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് പാർക്ക് പോലെ ഇവിടെ എന്തൊക്കെയുണ്ട്. അപ്പം സോ നമുക്ക് പാർക്കിലൂടെ നടക്കാം. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അല്ല, പിന്നെ എന്തിനാ നിക്കണത്? ശുക്ലാംബരധരം വിഷ്ണുമൂർത്തി ചതുർഭുജം. ടെമ്പിള് കഴിഞ്ഞ് നെക്സ്റ്റ് ടെമ്പിളിൽ തന്നെയുള്ള വീട്. എന്താണ് ക്യാമറ? ഇതാണല്ലോ എന്താണ് ക്യാമറ. സി അഗ്രികൾച്ചർ സ്റ്റുഡൻസ്. ക്യാമറ അങ്ങനെയല്ല, കുറച്ചെടുക്കാം. എന്റെ പൊട്ടല്ലേ നിന്റെ മുഖത്തിരിക്കുന്നത്? അതാണോ നിങ്ങൾ പറയണത്? ഷോ യുവർ. ഇതൊക്കെ ഞങ്ങള് ഉണ്ടാക്കിയ ഹെയർ സ്റ്റൈൽ അല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇതിനോട് വിട പറയാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലേസിൽ നിന്ന് പോകാൻ പോവാണ്. സമയം അതിക്രമിച്ച്. അതൊക്കെ തന്നെ. സീ യു നെക്സ്റ്റ് വ്ളോഗ്. സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്. ഓക്കെ, പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വ്ളോഗ് 3. ബൈ.